പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടിയത് താൻ തന്നെയാണ് എന്നുള്ള കാര്യം ഒടുവിൽ എല്ലാവരോടും തുറന്നു പറയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ക്രിഷ്. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് ക്രിഷ് സാഗറിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. സാഗറും അതുപോലെ തന്നെ സുജിയും എത്രയും പെട്ടെന്ന് തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുകയും മാനസയുടെ ജീവിതം വെച്ചുള്ള കളി ഇനി അവസാനിപ്പിക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അവൾ കമ്പനിക്ക് വേണ്ടിയാണ് ബാംഗ്ലൂരിൽ പോയി കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് നമ്മളും തയ്യാറാകണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കൃഷിനെ വിവാഹ കാര്യം ഉടൻ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകണം. കൃഷ് ഇതേ സമയം അവിടേക്ക് കടന്നു വന്നതിനെ തുടർന്ന് കൃഷിനോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് അവർ. കൃഷ് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് യാതൊരു ഉപകാരവുമില്ല. അതുകൊണ്ട് തന്നെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താം. എൻഗേജ്മെന്റ് നടത്തി കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ. ഇനിയും ഇങ്ങനെ കാത്തിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കൃഷ് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഞാൻ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടിയെ എങ്ങനെയാണ് വിവാഹം കഴിക്കുക എന്നും അതുപോലെ തന്നെ അവളുടെ കൂടെ ജീവിക്കുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെ ആണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേൾക്കുന്നത് സുജിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തൊക്കെയാണ് നീ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നു. ഇതോടെ ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്ക് മാനസിയെ വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവളെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ അതിന് അനുവദിക്കണം. ഇത് കേട്ടതിനെ തുടർന്ന് അപ്പോൾ നമ്മൾ നാട്ടുകാരുടെ മുൻപിൽ വെച്ച് നടത്തിയ വിവാഹ നിശ്ചയമോ, ആ നേരം നീ എന്തുകൊണ്ടാണ് ഇതൊന്നും തുറന്നു പറയാതിരുന്നത്? അതിനു പിന്നിലെ കാര്യങ്ങൾ എനിക്ക് അറിയണം. ഇത് കേട്ടതിനെ തുടർന്ന് അന്ന് ഞാനിതെല്ലാം തുറന്നു പറയാൻ പറ്റിയ അവസ്ഥയിൽ ആയിരുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും കൃഷ് വ്യക്തമാക്കുകയാണ്. ഒരിക്കലും മാനസയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ നിങ്ങളെല്ലാം നിർബന്ധിച്ചതിനെ തുടർന്നാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. ഒരിക്കലും അവളെ എൻ്റെ ഭാര്യയായി കാണാൻ എനിക്ക് സാധിക്കുകയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ കാര്യം അവളോട് എങ്ങനെയാണ് പറയുക എന്നറിയാതെ ആകെ ഭയന്നു പോയിരിക്കുകയാണ് ഞാൻ. സത്യങ്ങൾ പറയുന്നതിന് ഞാൻ പലതവണ ശ്രമിച്ചതാണ്. പക്ഷേ എനിക്ക് അതിന് സാധിച്ചില്ല. ഇത് കേട്ടതിനെ തുടർന്നാണ് ആൻറ്റിയമ്മ അവിടേക്ക് കടന്നു വരുന്നത്. നീ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ശരിയാവുക എന്ന് ചോദിക്കുകയും ഒരിക്കലും നിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. മാനസയെ പോലെയുള്ള ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? ചെയ്യുകയാണ് എങ്കിൽ അതൊക്കെ ശരി തന്നെയാകുമോ? അവൾ എന്തൊക്കെ കഷ്ടപ്പാടാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഇത് കേൾക്കുന്ന കൃഷ് ഞാൻ അതെല്ലാം ആലോചിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അവൾക്ക് നല്ലൊരു ജീവിതമുണ്ടാകണമെന്ന് സത്യമായും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് അവളെ വിവാഹം കഴിക്കാൻ സാധിക്കും. പക്ഷേ ഞാനത് ചെയ്തില്ല. അതിന് കാരണം എന്താണ്? എനിക്ക് അവളെ
ഒരു ദുരന്തത്തിലേക്ക് വിളിച്ചുകൊണ്ടു പോകാൻ താല്പര്യമില്ല എന്നത് തന്നെയാണ്. അവൾ എൻ്റെ നല്ലൊരു സുഹൃത്തായി എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ അവളെ വിവാഹം കഴിച്ച് അവളുടെ ജീവിതം കഷ്ടത്തിലാക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇത് കേട്ടതിനെ തുടർന്ന് ആൻറ്റിയമ്മ ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയാണ്. നീ ഇപ്പോൾ ഇങ്ങനെ കല്യാണത്തിൽ നിന്ന് ഒഴിയുകയാണ് എങ്കിൽ അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനനഷ്ടത്തെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാനെല്ലാം ആലോചിച്ച് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നെ വിവാഹം കഴിച്ച് ജീവിതകാലം മുഴുവൻ അവൾ കഷ്ടപ്പെടുന്നതിനേക്കാൾ ഭേദമല്ലേ ഇപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത്. ഞാൻ അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. രണ്ടുപേരുടെ ജീവിതം വെച്ചുള്ള കാര്യമാണ് വിവാഹം. ഞാനിപ്പോൾ എന്തെങ്കിലും അബദ്ധം കാണിക്കുകയാണ് എങ്കിൽ തന്നെ നശിക്കാൻ പോകുന്നത് ഒരാളുടെ ജീവിതമല്ല, രണ്ടാളുടെയും ജീവിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് സാഗർ, അപ്പോൾ നിനക്ക് വിവാഹമേ വേണ്ട എന്നുള്ള തീരുമാനമാണോ ഉള്ളത് എന്ന് ചോദിക്കുന്നു. അല്ല, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് മാനസയെയല്ല, അത് കൺമണിയെയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ആൻറ്റിയമ്മ, ഓ അപ്പോൾ അതാണ് നിന്റെ മനസ്സിൽ അല്ലേ? അങ്ങനെയൊരു ആഗ്രഹമുണ്ട് എങ്കിൽ അത് നടക്കില്ല. എന്നാൽ ആൻറ്റിയമ്മ പറഞ്ഞത് തെറ്റാണ്. ഞാൻ കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇനി ഞാനിപ്പോൾ ധൈര്യമായി കൺമണിയുടെ കാര്യം പറയുന്നത്. അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഇപ്പോൾ 3-4 മാസമായി. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് കൃഷ് ഉറപ്പിച്ചു പറയുന്നു. സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ആൻറ്റിയമ്മ ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.